ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അടുപ്പൊന്നും കത്തിക്കാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ ടൈഗറിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തത് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പൊടി നനയുന്നത് വരെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതാണ് അതിൻ്റെ ഒരു പാകം. എല്ലാ ഭാഗത്തേക്കും ആ ബട്ടറിൻ്റെ ആ ഒരു നനവ് തട്ടിയാലേ നമുക്ക് ശരിക്കും നമ്മൾ ആ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ബേസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിരത്തി കൊടുക്കുക. നല്ല പോലെ പ്രസ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. നമ്മളിത് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ബട്ടർ നന്നായിട്ട് നമ്മൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ബേസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലെ മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമാണ്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഷുഗറും വാനില എസൻസും ഒക്കെ ഫ്ലേവറൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് വിപ്പിംഗ് ക്രീം വരുന്നത്. അതൊന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. ഇതിന് മുകളിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കോഫി പൗഡർ വേണമെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൊടി തന്നെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പീസുകളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.